ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വന്ദരായ കൊറപ്പിസ്കഫമാരെ, വന്യറമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, കൊടശനാട് സെന്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൽ ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പങ്കെടുക്കുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഈ വൈദിക സഹോദരങ്ങളോടുകൂടെയും നിങ്ങളോടുകൂടെയും എനിക്ക് കിട്ടിയ ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരന്മാരുടെ ആദ്യ ഫലം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന നിലയിൽ സ്തേഫാനോസ് സഹദയുടെ സ്ഥാനം ക്രൈസ്തവ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യമാണ് എന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. ക്രിസ്തുയേശുവിന് വേണ്ടി ആ യൗവനക്കാരൻ ക്രൂരമായി കല്ലേറ് സഹിച്ച് തന്റെ ജീവനെ വെടിയുകയാണ്. മരണത്തിന്റെ താഴ്വരയിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത ആ നിമിഷങ്ങളിൽ മരണത്തിന്റെ താഴ്വരയിലെ അന്ധകാരത്തിന്റെ കണികകളോ അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ വന്നു ആഞ്ഞു പതിച്ച ക്രൂര കല്ലുകളോ ആക്ഷേപമോ നിന്ദയോ പരിഹാസമോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നത് അതിമനോഹരമായ ഒരു സ്വർഗീയ ദർശനമായിരുന്നു എന്നത് ഒരു വലിയ കോൺട്രഡിക്ഷനായിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖമാർ ദൈവത്തിന്റെ അടുക്കിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കാണുകയാണ്. എന്തോ ഒരു അത്ഭുതമാണ് ആ കാഴ്ച. സാധാരണഗതിയിൽ വേദന കൊണ്ട് പൊളയുന്ന, യാതൊരു രീതിയിലും ആശ്വാസത്തിന്റെ ഒരു വാക്കോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു തുള്ളി കണ്ണീരോ കാണുവാൻ കഴിയാതെ സകലരാരും നിന്ദിതനായ കോമളരൂപിയായ ആ യൗവനക്കാരൻ ശമാശൻ ഈ ക്രൂരവേദനയുടെ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നത് സ്വസ്ഥതയുടെ ഒരു മഹാ സ്ഥലം തന്നെയാണ്. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് വേണ്ടിയിരിക്കുന്നത് ഒരു ഗോവണിയാണ്. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കാണുകയാണ്. ഇത്തരത്തിൽ രണ്ട് ഗോവണികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഒന്ന് യാക്കോബ് ബഥേലിൽ കണ്ടത്, രണ്ട് സ്തേഫാനോസ് സഹദ കണ്ടത്. പിതാക്കന്മാരുടെ വ്യാഖ്യാനത്തിൽ ഇത് രണ്ടും സഭയുടെ പ്രതീകങ്ങളാണ്. സഭയിലൂടെ സ്വർഗത്തിലേക്ക് കയറുവാനുള്ള സാധ്യതയെ കാണിക്കുന്നത്. ഞാൻ ആ ദൈവശാസ്ത്ര വശത്തിലേക്കല്ല കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ചിന്തിച്ചതൊരു സ്വാഭാവിക ചിന്തയാണ്. എന്തുകൊണ്ടാണ് ഈ വേദനയുടെ നടുവിൽ കിടന്ന് പൊളയുന്ന നേരത്തും ഈ സ്തേഫാനോസ് എന്ന യൗവനക്കാരന് ആ വേദന അത്ര ഗൗരവമുള്ളതായിട്ട് കാണാൻ കഴിയാതെ പോയത്? എന്റെ കാലിന് ഒരാഴ്ചയായിട്ട് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. ചായലോട് ആശ്രമത്തിൽ ഇച്ചിരി ജോലി ചെയ്തപ്പോൾ എന്റെ കാലിൽ നന്നായിട്ട് തട്ട് കിട്ടി. അതിന്റെ ഒരാഴ്ചയിലേറെയായിട്ട് വേദന അനുഭവിച്ചാണ് ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത്. എത്രയോ നിസ്സാരമാണ് ആ വേദന, പക്ഷേ അത് സഹിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇത് നമ്മുടെ സാധാരണക്കാരുടെ സ്ഥിതിയാണ്. അങ്ങനെയെങ്കിൽ ഈ സാധാരണക്കാരനായ അസാധാരണക്കാരൻ എന്തുകൊണ്ടാണ് ഈ ക്രൂരവേദനയുടെ നടുവിൽ ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ സ്വർഗീയ ദർശനം കാണാൻ യോഗ്യനായി തീർന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു? ഒരു ചിന്ത മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഭാരതീയ ചിന്തയോട് ചേർത്ത് വച്ച് ചിന്തിക്കുവാനും കൂടി ആഗ്രഹിക്കുകയാണ്. തന്റെ ശരീരത്തിൽ പതിച്ച കല്ലുകൾ ഉളവാക്കിയ വേദനയൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭാരതീയ ചിന്തയിൽ ഒട്ടുമിക്ക തത്വചിന്താ പദ്ധതികളിലും, അത് വേദാന്തത്തിലാണെങ്കിലും മറ്റുള്ള ഫിലോസഫിക് സ്കൂൾസിലാണെങ്കിലും ശരി, അവിടെയൊക്കെ ഈ ശരീരം ഒരു കേജാണ്, ഒരു കൂടാണ്. ആ കൂടിന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് നിത്യതയുള്ളത്. ആ ആത്മാവാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം. ഈ കാണുന്ന
കൂട് ഇന്നല്ലെങ്കിൽ നാളെ അഴിഞ്ഞു പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ ശരീരമാകുന്ന ഈ കൂടാരം അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ ബാഹ്യ ആവരണം അതിനേൽക്കുന്ന പോരായ്മകളെ, അതിനുണ്ടാകുന്ന കുറവുകളെ വലിയ കാര്യമായിട്ട് എടുക്കണ്ട എന്ന ധ്വനിയുള്ള ചിന്താ പദ്ധതികൾ ഭാരതീയ ചിന്തയിൽ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. 100% അതിനോട് ചേർന്ന് നിന്നുകൊണ്ടല്ലെങ്കിലും അതിനോട് ഒരു പരിധി വരെ അതിലെ ചില ആശയങ്ങളോട് ചേർന്ന് നിന്ന് ഈ വാക്യത്തെയും അല്ലെങ്കിൽ ഈ സംഭവത്തെയും ഞാൻ കാണുകയാണ്. എന്തുകൊണ്ട് സ്തെഫാനോ സഹവായിക്ക് തന്റെ ശരീരത്തിൽ ആഞ്ഞു പതിച്ച കല്ലുകൾ വേദന ഉളവാക്കിയില്ല? കാരണം he was concerned more about the soul within the body. തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ കൺസേൺഡ് ആയത്. ഏറുകൾ കൊള്ളുന്നത് ശരീരം, ആത്മാവോ സ്വസ്ഥതയിലാണ്. ആത്മാവ് ദൈവത്തോട് നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിഹാസവും നിന്നെയും കല്ലേറും സംഭവിക്കുന്ന നേരത്തും അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ദൈവത്തോട് ചേർന്ന് സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്വർഗീയ ദർശനത്തിന് അദ്ദേഹം യോഗ്യനായി തീർന്നത്. ചുരുക്കത്തിൽ പൗലോസ്ലീഹയുടെ വാക്കുകൾ കൂടെ കടമെടുക്കുകയാണെങ്കിൽ, ശരീരമാകുന്ന ഈ മൺകൂടാരം ഇന്നല്ലെങ്കിൽ നാളെ അഴിഞ്ഞു പോകേണ്ടതാണ്. എന്നാലൊരു വ്യത്യാസമേ ഉള്ളൂ. ഭാരതീയ ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഈ മൺകൂടാരവും ഒരു നാൾ കർത്താവിന്റെ അന്ത്യ കാഹളം മുഴങ്ങുന്ന നേരത്ത് ഒരു നാൾ ആ ശരീരവും തേജസ്സോടെ ഉദ്ധാനം ചെയ്യേണ്ടതാണ് എന്നൊരു സവിശേഷത അത് ഈ ബാഹ്യമായ കൂടാരത്തിന് ശരീരത്തിന് ഉണ്ട്. എന്നാൽ വിശ്വാസത്തോടുകൂടി ശരീരത്തിൽ വസിക്കുന്ന നാളുകളിൽ നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത് ഇതിനെ കുറിച്ചാണ്. ശരീരത്തെ നെഗ്ലക്ട് ചെയ്യുകയല്ല, ശരീരത്തെ ഉപേക്ഷിക്കുകയല്ല, എന്നാൽ we should concern more about the soul or the spirit than the body. ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനെ കുറിച്ച് കരുതലുണ്ടാവുക, കൺസേൺഡ് ആവുക. ഇത് ക്രൈസ്തവ ആധ്യാത്മികതയ്ക്ക് അല്ലെങ്കിൽ സ്വർഗദർശനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. സ്തെഫാനോ സഹവായിക്ക് സാധിച്ചത് അതാണ്. തന്റെ ശരീരത്തിലാണ് കല്ലുകൊണ്ടത്, ആത്മാവിൽ കല്ലുകൊണ്ടില്ല. ശരീരത്തിനേറ്റ ക്ഷതങ്ങൾ ആത്മാവിനെ ബാധിച്ചില്ല. അതുകൊണ്ട് ആത്മാവിന് ദൈവസന്നിധിയിലേക്ക് ഉയർന്ന് ആ സ്വർഗീയ ദർശനം കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ആധ്യാത്മികതയുടെ അന്തസത്തയും. ശരീരത്തെ തൃണവൽക്കരിക്കാതെ തന്നെ ഈ ശരീരം നാളെ തേജസ്സോടെ ഉദ്ധാനം ചെയ്യേണ്ടതാണ് എന്ന ബോധ്യത്തോട് കൂടി തന്നെ ഈ ശരീരം ഒരു കൂടാരമാണ്. അതുകൊണ്ട് ശരീരം വിട്ടതുകൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ല. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എന്റെ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞ പൗലോസ്ലീഹായുടെ ആ സാക്ഷ്യത്തോട് ചേർത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് മെത്രാപോലിത്ത ആണെങ്കിലും ശരി, വൈദികനാണെങ്കിലും ശരി, ആത്മായ വിശ്വാസിയാണെങ്കിലും ശരി, സ്ഥാനമാനങ്ങൾക്ക് വ്യത്യാസമില്ലാതെ we are all concerned about body than the soul. ആത്മാവിനേക്കാൾ കൂടുതൽ കരുതൽ ഞാൻ എന്റെ ശരീരത്തിന് കൊടുക്കുന്നു എന്നതാണ് എന്റെ പരാജയത്തിന്റെ കാരണം. അതാണ് ദൈവദർശനം കിട്ടാതെ പോകുന്നതിന്റെ കാരണം. ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആത്മാവിന്റെ പ്രാധാന്യത്തെ നിസാരമാക്കി കളയുന്ന അല്ലെങ്കിൽ മറന്നുപോകുന്ന ഒരു ക്രിസ്തീയ ശൈലി അറിഞ്ഞോ അറിയാതെയോ കടന്നുകൂടിയിട്ടുള്ളത് വലിയ അപകടകരമായ സംഗതിയാണ്. സ്നേഹമുള്ളവരെ, ഒരു കാര്യം അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ശരീരമാകുന്ന മൺകൂടാരത്തെ ഉപേക്ഷിക്കേണ്ട ആളുകളാണ്, വിട്ടുപിരിയേണ്ട ആളുകളാണ്. അങ്ങനെ ശരീരമാകുന്ന മൺകൂടാരത്തെ ഈ മണ്ണിൽ വിട്ടാലും ശരി, ആ ശരീരത്തിൽ വസിച്ച ആത്മാവ് അതിവിടെങ്ങും കിടക്കുകയില്ല. അത് പോകുന്നത്
മാവുകയിൽ ജീവിച്ചിരുന്ന ഫീലക്സിനോസ് എന്ന് പറയുന്ന പിതാവ് തയ്യാറാക്കിയിട്ടുള്ള അനേക രഹസ്യ പ്രാർത്ഥനകൾ പാമ്പാക്കുട നമസ്കാരത്തിലുണ്ട്. അതിൽ തിങ്കളാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ചൊല്ലുവാനായിട്ട് പ്രത്യേകിച്ച് സന്നിസ്ഥരായ ആളുകളാണ് സാധാരണ ചൊല്ലുന്നത്, സാധാരണ വൈദികരും ചൊല്ലാറുണ്ട്. ആ തിങ്കളാഴ്ച നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ അവസാന ഭാഗത്തെ ഒരു വരി എന്നെ വളരെയേറെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസാണ്. അതിങ്ങനെയാണ്: എന്റെ കർത്താവേ, എന്റെ ആത്മാവ് എന്റെ ശരീരം വിട്ട് നിന്റെ അടുക്കൽ വന്ന് നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ കുമ്പിടുന്നത് വരെ എന്തിനു വേണ്ടി? നീ അതിനോട് ചെയ്തു കൊടുത്ത കൃപകൾക്ക് വേണ്ടി, നീ അതിന് നൽകിയ കൃപകൾക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ കുമ്പിടുന്നത് വരെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സഹായം നീ അതിന് കൊടുക്കണമേ. ഒരു വലിയ യാത്രയെ കുറിച്ചുള്ള വർണ്ണനയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് കൊടശനാട്ടിൽ നിന്ന് പന്തളത്ത് പോകുന്നത് പോലോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് പോലെയുള്ള യാത്രയല്ല. ഇവിടെ സഹയാത്രികരായിട്ട് ധാരാളം ആളുകളുണ്ട്. അത്ര പെട്ടെന്നൊന്നും ആരും ആക്രമിക്കാനായിട്ട് എത്തുകയില്ല. അഥവാ വരികയാണെങ്കിൽ തന്നെ അതിനെ കായികമായിട്ടോ അല്ലാതെയോ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് യേശു ക്രിസ്തുവാകുന്ന ആ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കുഞ്ഞാടിന്റെ അടുക്കലേക്ക് ഒരു യാത്രയുണ്ട്. സംശയിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ യാത്രയുള്ളവരാണ്. ആ യാത്രയാണ് ഭയപ്പെടേണ്ടത്. ആ യാത്രയെ കുറിച്ച് എഴുതിയിരിക്കുന്നു: അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികൾ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്റെ കർത്താവേ, എന്റെ ശരീരം വിട്ട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന നേരത്ത് എന്നെ പിടികൂടാനായിട്ട് ഏതൊക്കെ ദുഷ്ടശക്തികളാണോ ഇരിക്കുന്നത്. ഞാൻ ചെയ്തു കൂട്ടിയ അകൃത്യങ്ങൾ നിമിത്തം, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ നിമിത്തം ഏതെല്ലാം ദുഷ്ടാത്മാക്കൾ എന്നെ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തി എന്റെ ആത്മാവിനെ വലിച്ചു കീറാനായിട്ട് കാത്തിരിക്കുകയാണോ? ഇടയ്ക്കൊരിക്കൽ ആശ്വാസം വരും, അങ്ങനെ എന്നെ കളയുകയില്ല. എന്റെ കർത്താവ് ഞാൻ ശരീരം വിട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ എന്റെ ആത്മാവിനെ സമാധാനത്തോടെ ആ സിംഹാസനത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് ശുദ്ധിമതിയായ മാതാവിനെയും ഗബ്രിയേൽ മാലാഖയെയും വീരനായ മീഖായേൽ മാലാഖയും പരിശുദ്ധനായ പരിമളത്തിരുമേനിയും നമ്മുടെ പുണ്യമുള്ള പിതാക്കന്മാരുടെയും ഒരു വലിയ സംഘം എന്നെ സ്വീകരിക്കാൻ കാണുമെന്ന് ഇടയ്ക്ക് ഞാൻ സ്വപ്നം കാണാറുണ്ട്. നീ അവിടെ ചെല്ലുന്ന നേരത്തെ അറിയാം സ്വീകരിക്കാൻ വരുന്നത് ഈ രണ്ടു കൂട്ടരിൽ ഏത് കൂട്ടരാണെന്നുള്ളത്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പുണ്യമുള്ള പിതാക്കന്മാര് പറഞ്ഞത്, എന്റെ ആത്മാവ് ശരീരം വിട്ട് നിന്റെ സന്നിധിയിൽ വന്ന് നീ അതിന് ചെയ്തു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി നിന്നെ നമസ്കരിക്കുന്നത് വരെ നിന്റെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സഹായം അതിന് നീ നൽകണമേ. അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പ്രതീകാത്മകമായി ശവസംസ്കാര ശുശ്രൂഷയിൽ തൈലം ഒഴിക്കുന്ന ശൈലി നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ദ്യോതിപ്പിക്കുന്നത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ കാണിച്ചു തരുന്നത് എന്താണ്? ശരീരത്തിൽ വസിക്കുന്ന നാളിൽ ഈ മൺകൂടാരമായിരിക്കുന്ന ശരീരത്തേക്കാൾ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ ശരീരത്തേക്കാൾ നമ്മൾ കൺസേൺഡ് ആവേണ്ടത് അതിന്റെ ഉള്ളിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ ആത്മാവിനെ കുറിച്ചാണ്. ഇവിടെ ഇതാ സ്തെഫാനോസ് സഹദാ തന്റെ ശരീരത്തെ കുറിച്ച് അദ്ദേഹം കൺസേൺഡ് അല്ല. അതുകൊണ്ട് എത്ര കല്ലേറ് കിട്ടിയിട്ടും എത്ര പരിഹാസവും നിന്നെയും സഹിക്കേണ്ടി വന്നിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് അതായിരുന്നില്ല അദ്ദേഹത്തിന്റെ കൺസേൺ. പക്ഷേ അദ്ദേഹം കൺസേൺഡ് ആയത് തന്റെ ജ്വലിക്കുന്ന വിശുദ്ധി നിറഞ്ഞ ആത്മാവിനെ കുറിച്ചാണ്. ആ ആത്മാവിൽ അദ്ദേഹം കാണുകയാണ്, അയ്യോ, തന്നെ സ്വീകരിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ഗോവണി തന്നെ വന്നിരിക്കുന്നു. ആ ഗോവണിയിലൂടെ മാലാഖമാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. അധികം വൈകാതെ ആ ഗോവണിയിലൂടെ താനും ആരോഹണം ചെയ്ത്
യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുമെന്നുള്ളൊരു ധൈര്യം ഈ സഹതായിക്ക്, സ്തെഫാനോസ് സഹതായിക്കുണ്ടായി. വാത്സല്യമുള്ളവരെയും, കാലം മാറി വരികയാണ്. ഇന്നലകളല്ല ഇന്നുകളല്ല നാളകൾ എന്ന് നമുക്കറിയാം. ഏതാനും വർഷം മുമ്പ് വരെ ഉന്നത മൂല്യങ്ങൾ എന്ന് നാം കരുതിയിരുന്ന പലതും ഇന്ന് കാറ്റിൽ പറന്ന് മൂല്യമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അതിവേഗം മാറി മറിഞ്ഞു വരുന്ന സാമൂഹിക, ആധ്യാത്മിക, ധാർമ്മിക തലങ്ങളിൽ മാറ്റമില്ലാത്തത് ഈ ഒരു സത്യം. കൺസേൺ മോർ അബൌട്ട് ദ സോൾ വിത്തിൻ ദ ബോഡി ദാൻ ദ ബോഡി ഇറ്റ്സെൽഫ്. ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനെ കുറിച്ച് കരുതലുണ്ടാവുക. ഈ ആത്മാവാണ് നമുക്ക് ദൈവസന്നിധിയിൽ ചെന്ന് അവന്റെ സന്നിധിയിൽ കുമ്പിടേണ്ടത്. ഈ ശരീരമാകട്ടെ അത് തള്ളിക്കളയുകയല്ല, അത് കല്ലറയിൽ വിശ്രമിച്ച് അന്ത്യകാഹളം മുഴങ്ങുന്ന നേരത്ത് കർത്താവിന്റെ ശരീരരക്തങ്ങൾ അതിന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് അത് തേജസ്സോടെ ഉദ്ധാനം ചെയ്തുകൊള്ളും. അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. അത് കർത്താവിന്റെ ശരീരരക്തങ്ങൾ ഈ ശരീരത്തിനുള്ളത് കൊണ്ട് അത് തേജസ്സോടെ ഉദ്ധാനം ചെയ്യും. പക്ഷേ കൺസേൺഡ് ആകേണ്ടത് ഈ ആത്മാവിനെ കുറിച്ചാണ്. അങ്ങനെ തേജസ്സോടെ ഉദ്ധാനം ചെയ്യുന്ന ശരീരത്തിലേക്ക് വീണ്ടും വന്ന് പാർക്കുവാനായിട്ട് വരുന്ന ആത്മാവ് എവിടെ നിന്ന് വരുന്നു? കർത്താവിന്റെ സിംഹാസനത്തിന്റെ സന്നിധിയിൽ നിന്നാണോ, അതോ അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്നാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തെഫാനോസ് സഹദാ നമുക്ക് തരുന്ന ദൂത് ഇതാണ്. ശരീരത്തെക്കാൾ ആത്മാവിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയുള്ളവരാവുക. അങ്ങനെയെങ്കിൽ ശരീരം കൊണ്ട് നേരിടേണ്ടി വരുന്ന ഏത് കഷ്ടതകളുടെ നടുവിലും സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ഗോവണി കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവേ, എന്റെ ആത്മാവ് എന്റെ ശരീരം വിട്ട് നിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്ന് നീ അതിന് ചെയ്തു കൊടുത്ത എല്ലാ കൃപകൾക്കും വേണ്ടി നിന്റെ സന്നിധിയിൽ കുമ്പിടുന്നത് വരെ നിന്റെ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും സഹായം എന്റെ ആത്മാവിന് നീ നൽകണമേ. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ശരീരത്തിൽ വസിക്കുന്ന ഞാൻ എന്റെ ശരീരത്തെക്കാൾ എന്റെ ആത്മാവിനെ കുറിച്ച് കൂടുതൽ ബോധവാനാകുവാൻ നിന്റെ ആത്മാവിൽ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്കുകളെ നിർത്തുന്നു. സർവശക്തൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.